ചെറുകാറുകളിൽ നിന്നും SUVകളിലേക്ക് ഇന്ത്യൻ കാർ വിപണി വളർന്നു കഴിഞ്ഞു. കൂടുതൽ വലിയ 7 സീറ്റർ വാഹനങ്ങളുടെ നിരവധി മോഡലുകളാണ് അടുത്ത 3 മാസത്തിനുള്ളിൽ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നത്. കിയ, ജീപ്പ്, BYD, JSW, MG എന്നിങ്ങനെ മുൻനിര കമ്പനികളുടെ 7 സീറ്റർ വാഹനങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കൂടുതൽ ഫാമിലി കാർ മുതൽ നമ്മുടെ ആഡംബര കാറുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. മുഖം മിനുക്കി എത്തുന്ന നമ്മുടെ ജീപ്പ് മെറിഡിയനും ഈ വർഷം അവസാനത്തോടെ എത്തും കേട്ടോ. കൂടുതൽ മികച്ച ഇൻറ്റീരിയർ ഫീച്ചറുകളും സുരക്ഷാ ഫീച്ചറുകളും ജീപ്പ് മെറിഡിയൻ ഫേസ് ലിഫ്റ്റഡിൽ പ്രതീക്ഷിക്കാം. റീഡിസൈൻ ചെയ്ത ഗ്രിൽ, മാറ്റങ്ങളുള്ള മുന്നിലെയും പിന്നിലെയും ബമ്പറുകൾ, പുതിയ അലോയി വീൽ എന്നിങ്ങനെയുള്ള പുറംമോടിയിലെ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. എന്നാൽ എഞ്ചിനുകളിൽ മാറ്റം ഉണ്ടാവില്ല. 2 സീറ്ററുകളാണ് കിയ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുകൊണ്ടുവരുന്നത്. ഒക്ടോബർ 3 കിയ കാർണിവൽ ഇന്ത്യയിലെത്തും. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനും 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും തുടരും. ലിമസിൻ വകഭേദവും കിയ കാർണിവലിൽ ഉണ്ടാവും. പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ള കിയ കാർണിവൽ പൂർണ്ണമായും നമ്മുടെ വിദേശത്ത് നിർമ്മിച്ച ശേഷം ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുക. കാർണിവലിനൊപ്പം കിയ EV9 ഒക്ടോബർ 3 തന്നെ എത്തുന്നുണ്ട്. കിയയുടെ ഫ്ലാഗ്ഷിപ്പ് SUV-യായ EV9 ഇറക്കുമതി ചെയ്യുന്ന മോഡലായാണ് എത്തുന്നത്. ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കിയ EV9 6 സീറ്റർ ആയിരുന്നു. കിയയുടെ eGMB സ്കെഡ്യൂൾ ബോർഡ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന EV9-ൽ ഓൾ വീൽ ഡ്രൈവ് സൗകര്യമുണ്ട്. കൂടാതെ ഇഞ്ച് ടച്ച് സ്ക്രീൻ, 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പനോരമിക് സൺറൂഫ്, വയർലെസ് ചാർജർ, ADAS എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ. മുഖം മിനുക്കിയെത്തുന്ന 7 സീറ്റർ ഗ്ലോസ്റ്ററുമായാണ് MGയുടെ വരവ്. എഞ്ചിനിലും ട്രാൻസ്മിഷനിലും മാറ്റം വരുത്താതെ ഇൻറ്റീരിയറിലും ഡിസൈനിലും മാറ്റങ്ങളോടെയാവും ഗ്ലോസ്റ്റർ എത്തുക. വൈദ്യുത മോഡലുകളും ICE മോഡലുകളും ഒരുപോലെ അവതരിപ്പിക്കുക എന്ന തന്ത്രം MG ഇന്ത്യയെ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള സൂചനയാണ് ഗ്ലോസ്റ്റർ നമുക്ക് നൽകുന്നത്. അടുത്തിടെ വിൻസർ EVയെ ഇന്ത്യയിൽ അവതരിപ്പിച്ച MG എല്ലാ EV മോഡലുകൾക്കും ബാറ്ററി വാടകയ്ക്ക് നൽകുന്ന ബാസ് പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു. E6-ൽ MVയുടെ അപ്ഡേറ്റഡ് വകഭേദമായി IMAX 7 ആണ് BYD ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ മുന്നോടിയായി പ്രീ ബുക്കിംഗും കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. 2024 അവസാനിക്കുമ്പോഴേക്കും 7 സീറ്റർ വാഹനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിലേക്ക് ഓപ്ഷനുകൾ വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇതിൽ ഏതൊക്കെ